ഭഗവാൻ ശിവന്റെ അനുഗ്രഹവും സ്വാധീനവും ഏറ്റവും കൂടുതലുള്ള നക്ഷത്രങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ജ്യോതിഷപ്രകാരവും പുരാണപ്രകാരവും ശിവന് പ്രിയപ്പെട്ട ചില നക്ഷത്രങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. 1. തിരുവാതിര. ഏറ്റവും പ്രധാനപ്പെട്ടത് ഭഗവാന്റെ ജന്മനക്ഷത്രമായി അറിയപ്പെടുന്ന തിരുവാതിരയാണ്. തിരുവാതിര വ്രതം നോൽക്കുന്നതും ഈ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഭക്തർക്ക് വലിയ പുണ്യമാണ് നൽകുന്നത്. ഈ നക്ഷത്രക്കാർ ഓം നമഃശിവായ മന്ത്രം ജപിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകും. 2. തിരുവോണം. മഹാവിഷ്ണുവുമായി ബന്ധപ്പെട്ട നക്ഷത്രമാണെങ്കിലും തിരുവോണവും തിങ്കളാഴ്ചയും ചേർന്നുവരുന്ന ദിവസങ്ങൾ ശിവഭക്തിക്ക് അതിവിശിഷ്ടമാണ്. ശിവപാർവതീ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ സമയം പ്രാർത്ഥനകൾക്ക് വേഗത്തിൽ ഫലം നൽകുന്നു. 3. ആയില്യം. സർപ്പങ്ങളെ ആഭരണമായി അണിഞ്ഞ മഹാദേവനാണ് മഹാദേവൻ. അതുകൊണ്ടുതന്നെ സർപ്പങ്ങളുടെ നക്ഷത്രമായ ആയില്യം ശിവനേറെ പ്രിയപ്പെട്ടതാണ്. ആയില്യം നക്ഷത്ര ദിവസം ശിവനെ ഭജിക്കുന്നത് സർപ്പദോഷങ്ങൾ നീങ്ങാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. 4. ഭരണി. യമധർമ്മൻ ദേവതയായ ഭരണിയും ശിവകൃപയാൽ അനുഗ്രഹീതമാണ്. മഹാകാലനായ ശിവന്റെ പ്രത്യേക സംരക്ഷണം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇനി നിങ്ങളുടെ നക്ഷത്രം ഏതായാലും പ്രദോഷം, തിങ്കളാഴ്ചകൾ, മഹാശിവരാത്രി എന്നീ പുണ്യദിനങ്ങളിൽ ഭഗവാനെ ഭജിക്കുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഭഗവാൻ ശിവനെ അശുതോഷൻ എന്നാണ് വിളിക്കുന്നത്. അതായത് ഭക്തരുടെ വിളികേട്ട് ഏറ്റവും വേഗത്തിൽ പ്രസാദിക്കുന്നവൻ. മഹാദേവന്റെ അനുഗ്രഹം നേടാൻ നിത്യജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന ചില ലളിതമായ കാര്യങ്ങൾ നോക്കാം. 1. മന്ത്രജപം. ശിവപ്രീതിക്കേറ്റവും ഉത്തമം ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രമാണ്. ദിവസവും ഭക്തിയോടെ കുറഞ്ഞത് 108 തവണ ഈ മന്ത്രം ജപിക്കുന്നത് മനസ്സിന് ശാന്തിയും ഐശ്വര്യവും നൽകുന്നു. അതുപോലെ ആയുരാരോഗ്യത്തിനായി മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതും അതിവിശിഷ്ടമാണ്. 2. പുണ്യദിനങ്ങൾ. ചില പ്രത്യേക ദിവസങ്ങളിൽ ശിവനെ ഭജിക്കുന്നത് ഇരട്ടി ഫലം നൽകും. ആഴ്ചയിലെ തിങ്കളാഴ്ച ഭഗവാന് സമർപ്പിക്കപ്പെട്ടതാണ്. കൂടാതെ ഓരോ മാസത്തെയും പ്രദോഷം, മഹാശിവരാത്രി തുടങ്ങിയ പുണ്യദിനങ്ങളിൽ വ്രതം നോൽക്കുന്നതും ക്ഷേത്രദർശനം നടത്തുന്നതും സർവ്വപാപങ്ങളും നീക്കാൻ സഹായിക്കും. 3. പ്രിയപ്പെട്ട വഴിപാടുകൾ. മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ജലധാരയും ക്ഷീരധാരയും. മനസ്സ് തണുപ്പിക്കാനും തടസ്സങ്ങൾ മാറാനും ഈ വഴിപാടുകൾ ഉത്തമമാണ്. 3 ഇലകളുള്ള ഒരു കൂവളദളം ഭക്തിയോടെ അർപ്പിക്കുന്നത് ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങൾ കഴുകിക്കളയുമെന്നാണ് വിശ്വാസം. ഭസ്മാഭിഷേകം നടത്തുന്നതും ശിവപ്രീതിക്ക് കാരണമാകും. 4. ജീവിതരീതി. ശിവൻ സത്യത്തിന്റെ രൂപമാണ്. അതുകൊണ്ടുതന്നെ സത്യസന്ധമായ ജീവിതം നയിക്കുന്നവരിലും മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരിലും ഭഗവാൻ വേഗത്തിൽ പ്രസാദിക്കുന്നു. എല്ലാ ജീവജാലങ്ങളിലും ശിവചൈതന്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുക. ഉപസംഹാരം. ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഭഗവാന്റെ വാഹനമായ നന്ദിയെ വന്ദിക്കാൻ മറക്കരുത്. നന്ദിയുടെ കാതിൽ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നത് ഭഗവാൻ വേഗത്തിൽ കേൾക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. ഭക്തിയോടെയും ശുദ്ധിയോടെയും ഭഗവാനെ വിളിക്കൂ. ആ കൈലാസനാഥന്റെ കാരുണ്യം എന്നും നിങ്ങളോടൊപ്പമുണ്ടാകട്ടെ.